ബ്രിട്ടനിൽ ഇപ്പോൾ ലേബർ സർക്കാരാണ് ഭരിക്കുന്നത്. ലേബർ ഒരു ലെഫ്റ്റിസ്റ്റ് പാർട്ടിയാണ്. നമുക്കറിയാം, അമേരിക്കയിലെ ഡെമോക്രാറ്റുകളെ പോലെ ലെഫ്റ്റിസ്റ്റ് പാർട്ടിയാണ്. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം അഭയാർത്ഥികളോട് പ്രത്യേകമായ പരിഗണന കൊടുക്കും. എന്നാൽ ഇവർ അധികാരത്തിന് പുറത്തു പോകുന്നതിന് മുൻപ് ഭരിച്ചിരുന്ന ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടി കുടിയേറ്റ നിയന്ത്രണത്തിന് കുറെ വഴികൾ തേടിയിരുന്നു. അതിലൊന്ന്, അഭയാർത്ഥികളായി എത്തുന്ന ബ്രിട്ടനിലേക്ക് എത്തുന്ന ഭൂരിപക്ഷം പേരും കള്ള ബോട്ട് കയറി എത്തുന്നവരാണ്. പല വഴികളിൽ സഞ്ചരിച്ച് അവർ ഫ്രാൻസിലെത്തും. ഫ്രാൻസിലെ ഒരു ദ്വീപിൽ നിന്നും അവർ കള്ള ബോട്ട് കയറി എത്തുകയാണ്. ഇവരുടെ സമുദ്രാതിർത്തി പ്രദേശത്ത് എത്തിയാൽ പിന്നെ ബ്രിട്ടൻ സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ദിവസവും നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇങ്ങനെ എത്തുന്നവരെ റുവാണ്ടയിൽ കൊണ്ട് താമസിപ്പിക്കാം എന്നൊരു പദ്ധതി ഇട്ടിരുന്നു. എന്നിട്ട് അവരുടെ കേസ് കൈകാര്യം ചെയ്ത് അവർക്ക് അഭയം കൊടുക്കാമെങ്കിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ തിരിച്ചയക്കാം എന്നതാണ്. അന്ന് പ്രതിപക്ഷമായിരുന്ന ലേബർ പാർട്ടി എതിർത്തു. പിന്നീട് ബ്രിട്ടീഷ് സുപ്രീം കോടതി അത് ശരിയല്ലെന്ന് പറഞ്ഞു. ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതോടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടിയുള്ളതോടെ അപ്പോൾ തന്നെ അവർ സ്ക്രാപ്പ് ചെയ്ത് അങ്ങനെ പദ്ധതിയില്ല. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഏറ്റവും പുതിയ കണക്ക് പുറത്തു വന്നപ്പോൾ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അഭയാർത്ഥികൾ എത്തിയിരിക്കുന്ന വർഷമായി 2024 മാറി. 1,08,138 പേരാണ് ഇങ്ങനെ അഭയാർത്ഥികളായി ബ്രിട്ടനിൽ കഴിഞ്ഞ വർഷം മാത്രം എത്തിയിരിക്കുന്നത്. 1971 മുതലാണ് ഈ കണക്കെടുപ്പ് തുടങ്ങിയത്. അതിനുശേഷം ഏറ്റവും അധികം അഭയാർത്ഥികൾ എത്തിയ വർഷമാണ് 2024. ഇതിൽ 32% പേർ മാത്രമാണ് ഈ കള്ളബോട്ട് കയറി വന്നവർ. 32% മാത്രം. ഏതാണ്ട് 70% പേരും അല്ലാതെ എത്തിയവരാണ്. അപ്പോൾ അതിന്റെ കണക്കൊന്നുമില്ല. ഇവർ റിപ്പോർട്ട് പൂർണ്ണമായും വന്നിട്ടില്ലെന്ന് ഓർക്കണം. വലിയ തോതിൽ ഏതാണ്ട് 81% 2023 2024 ഈ നിയമപരമായ കുടിയേറ്റം കുറഞ്ഞത്. എന്നിട്ടും ഏതാണ്ട് 27,000 വർക്ക് പെർമിറ്റ് അവർക്ക് കൊടുത്തു ഈ വർഷവും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇങ്ങനെ അനധികൃതമായി എത്തുന്നവരെ സർക്കാർ ചെലവിൽ പാർപ്പിക്കണം. മിക്കവർക്കും വീട് കൊടുത്തിട്ട് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീടില്ലാത്തത് കൊണ്ട് സർക്കാർ ചെലവിൽ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ താമസിക്കുന്നവരുടെ എണ്ണം 38,079 പേരാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, താമസിക്കാൻ സൗകര്യം കൊടുക്കണം, ഇതൊക്കെ ചെയ്ത് താമസിപ്പിക്കുകയാണ്. ഇവരുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ഇവർ ശ്വാസം മുട്ടിക്കാൻ. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. നിയമപരമായി എത്തുന്നവർ പ്രതിസന്ധിയിലാകുന്നു. അപ്പോഴാണ് നിയമവിരുദ്ധമായി എത്തുന്നവരെ ചേർത്ത് പിടിക്കേണ്ടി വരുന്ന നിയമങ്ങൾ അവിടെയുള്ളത്. ഇതിനെയാണ് ട്രംപ് തകർക്കാൻ ശ്രമിക്കുന്നത്. ഇത് വലിയ ഒരു പാരയായി ബ്രിട്ടൻ മാറിയിരിക്കുന്നു.